ഏതൊരു സമൂഹത്തിൻ്റെയും ഗതി തീരുമാനിക്കുന്നത് അവിടുത്തെ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അതുപോലെ ഏതൊരു നാട്ടിലെയും ഏതൊരു രാജ്യത്തെയും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഗതി തീരുമാനിക്കുന്ന അവിടുത്തെ സൊസൈറ്റിയാണ്, അവിടുത്തെ ഭരണകൂടങ്ങളാണ്, അവിടുത്തെ ജനങ്ങളാണ്, ബേസിക്കലി സൊസൈറ്റിയാണ്. ഇത് പരസ്പരം പൂരകങ്ങളാണ് എന്നുള്ളതാണ്. ഇത് ഒന്ന് അങ്ങോട്ട് കൊടുക്കുന്നു, അത് തിരിച്ചിങ്ങോട്ടും വരണം. ആ ഒരു പൂരകത്വം ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടും മുന്നോട്ട് പോകുള്ളൂ. സൊസൈറ്റിയും മുന്നോട്ട് പോകുള്ളൂ, സയൻസും മുന്നോട്ട് പോകുള്ളൂ, ശാസ്ത്രവും മുന്നോട്ട് പോകുള്ളൂ. ഇതാണ് ഒരു ഇന്നൊവേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. സൊസൈറ്റിയാണ് റിസർച്ച് ചെയ്യാൻ വേണ്ടി ഫണ്ട് കൊടുക്കുന്നത്, പൈസ വേണം എല്ലാ റിസർച്ചിനും. ആ റിസർച്ചിൻ്റെ പ്രൊഡക്റ്റാണ് അത്. സാധാരണ സംഭവിക്കുന്നത് ഒരു റിസർച്ച് ചെയ്ത ശേഷം അതിൻ്റെ ഗവേഷണ ഫലങ്ങൾ ഏതെങ്കിലും മാസികകളിൽ പബ്ലിഷ് ചെയ്യും, പബ്ലിക്കേഷൻ ആവും എന്നുള്ളതാണ്. റിസർച്ചേഴ്സിന് ഫണ്ട് ചെയ്യും, ഫണ്ട് ഇങ്ങ് വെച്ചിട്ട് നമ്മൾ റിസർച്ച് ചെയ്യും. അതിനുശേഷം കിട്ടുന്ന ഗവേഷണ ഫലങ്ങൾ നമ്മൾ സാധാരണ പബ്ലിക്കേഷനായിട്ട് പ്രസിദ്ധീകരിക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം, ഏറെക്കുറെ അവസരങ്ങളിലും ഇതാണ് സംഭവിക്കുന്നത്. പബ്ലിക്കേഷനാവും, അവിടെ നിർത്തുന്നുള്ളതാണ്. പക്ഷേ അത് സൊസൈറ്റിയിലേക്കുള്ള ആ ഫീഡ്ബാക്ക് ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആ ഫീഡ്ബാക്ക് ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആ സയൻസിൻ്റെ പ്രൊഡക്റ്റ് ഒരു IP, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ടാവണം. അത് പാറ്റൻ്റ് രീതിയിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിൽ നിന്നുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കണം. ആ പ്രൊഡക്റ്റ് സൊസൈറ്റിയെ നന്മയിലേക്ക് നയിക്കണം. അത് ജോലി സാധ്യതയായാലും മറ്റ് എക്കണോമിക്കൽ ഗ്രോത്ത് ആയാലും. അങ്ങനെ ആയാലും മാത്രമേ ഈ സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. ഈ സൈക്കിൾ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അതൊരു ഫെയിലറാണ്. നമ്മൾ റിസർച്ച് ചെയ്യുന്നതിൻ്റെ ഒരു 5% സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പോയാൽ അത് വലിയൊരു നേട്ടമാണ്. നമ്മൾക്ക് അത്രയും എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് ഇത് കേരളത്തിന് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോക്കൽ പ്രോബ്ലംസൊക്കെ ലോക്കലി സോൾവ് ചെയ്യണമെന്നാണ്. അതാണ് എവിടത്തെയും പ്രിൻസിപ്പിൾ. ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ലോക്കൽ സൊല്യൂഷൻസാണ്. കേരളത്തിലുള്ള പ്രശ്നങ്ങൾ കേരളം തന്നെ സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി നമ്മൾ ഉണ്ടാക്കണം. സയൻസ് ആൻഡ് ടെക്നോളജി വെച്ച് സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ പ്രോഡക്ട്സ്, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാകാൻ വേണ്ടി സയൻസ് ആൻഡ് ടെക്നോളജി ആവശ്യമാണ്. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ചില ഫ്ലഡിങ് അതുപോലുള്ള അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ്, ഇതിനുള്ള സൊല്യൂഷൻസ് അഗൈൻ സയൻസ് ബേസ്ഡ് സൊല്യൂഷൻ വേണ്ടത് നമ്മുടെ സിസ്റ്റം തന്നെയാണ്. ഡൽഹിയിൽ നിന്ന് ആരും ഇവിടെയുള്ള ലാൻഡ് സ്ലൈഡിനോ അല്ലെങ്കിൽ ഇവിടുത്തെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ആരും റിസർച്ച് ചെയ്യില്ല. നമ്മൾ ഇവിടെ ലോക്കലി ആയിട്ട് തന്നെ കേരളത്തിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. അത് മാത്രമാണ് സൊല്യൂഷൻ. അടുത്തത് നമ്മൾ വളരെ നല്ലതാണ്, സ്കൂൾ എഡ്യൂക്കേഷനിൽ നല്ലതാണ്. നമുക്ക് ഒരുപാട് നല്ല വിജയം സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് റിസർച്ചിലേക്ക് പോകുമ്പോൾ വളരെ കുറവാണ്. ഒരു ആവറേജ് റിസർച്ചാണ് നമ്മൾ കേരളത്തിൽ ചെയ്യുന്നത്. അത് ഇന്നോവേഷനിലേക്ക് പോകുമ്പോൾ ഓൾമോസ്റ്റ് ക്ലോസ് ടു 0 ആണ്, 0ൻ്റെ അടുത്താണ്. അത് പ്രൊഡക്റ്റായി സിസ്റ്റത്തിലേക്ക് വരുന്നത് തീരെ ഇല്ല എന്നല്ല, കുറച്ചുണ്ട്. ആ ഒരു സിറ്റുവേഷൻ മാറാൻ വേണ്ടി എന്താണ് വേണ്ടത്, ഇതിന് എന്താണ് റീസൺ എന്നുള്ളതാണ് ഞാനിപ്പോൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ എന്താണ് റീസൺ? പല റീസൺസാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ എക്സാമിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ എഡ്യൂക്കേഷൻസാണ്. സ്കൂൾ എഡ്യൂക്കേഷൻ മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ എക്സാം ഉണ്ടാക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതായി മാറി എന്നുള്ളതാണ് ഒരു വസ്തുത. കുട്ടികൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനറിയാം, പക്ഷേ പഠിപ്പിച്ച പ്രോബ്ലംസ് മാത്രം. റിസർച്ചിന് അതല്ല വേണ്ടത്, സയൻസിന് അതല്ല വേണ്ടത്. സയൻസിന് നമ്മൾ പഠിച്ച കഴിവ് വെച്ചിട്ട് നമ്മൾക്ക് അറിയാതെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് സയൻസ്. അങ്ങനെയാണ് സയൻസ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കുട്ടികൾക്ക് എന്ത് മാത്രം അറിയാം? പുസ്തകത്തിൽ എന്താണോ പഠിപ്പിച്ചിരിക്കുന്നത് അത് മാത്രം നല്ല മാർക്കോട് കൂടി അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു ഫെയിലിയറാണ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ്. തോൽവി നമ്മൾക്ക് ആർക്കും ആക്സെപ്റ്റബിൾ അല്ല. കുട്ടികൾക്കല്ല, പാരൻസിനല്ല, ടീച്ചേഴ്സിനല്ല, സിസ്റ്റത്തിനല്ല. ഇത് രണ്ടാമത്തെ പ്രശ്നമാണ്. തോൽവി ഈസ് പാർട്ട് ഓഫ് ലൈഫ്. നമുക്ക് എല്ലാത്തിനും സക്സസ് മാത്രം ഉണ്ടായാലും എവിടുന്ന് നമ്മൾ പഠിക്കും. തോൽവി നമ്മുടെ സിസ്റ്റത്തിൽ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആക്സെപ്റ്റബിൾ അല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് 97.7% അല്ലെങ്കിൽ 97.9% വിജയം വരുന്നത്. നമ്മുടെ സിസ്റ്റത്തിന് തോൽവി പേടിയാന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ റിസർച്ചിൽ തീരെ എക്സ്പോസ് ചെയ്യുന്നില്ല സ്റ്റുഡൻസിനെ. ഈവൺ അറ്റ് ഗ്രാജുവേഷൻ ലെവൽ, ഡിഗ്രി ലെവലിലും റിസർച്ച് ഇല്ല നമ്മുടെ സിസ്റ്റത്തിൽ, വളരെ കുറവാണ്. MSc പ്രോജക്റ്റ് വരെ പല യൂണിവേഴ്സിറ്റികളിലും MSc പ്രോജക്റ്റ് ഉണ്ട്.
എക്സെപ്റ്റ് കുസാറ്റ്. കുസാറ്റിന് 6 മാസം MSc പ്രോജക്റ്റ് ഉണ്ട്. അതൊരു നല്ല ഡ്യൂറേഷനുണ്ട്. മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളിലും MSc പ്രോജക്റ്റ് ഫോർ നെയിം സേക്ക് ഇറ്റ് ഈസ് ദർ. 2 മാസം കഷ്ടിയാണ് കുട്ടികൾക്ക് കിട്ടുന്നത് MSc പ്രോജക്റ്റ്. എവിടെയെങ്കിലും പോയിട്ട് ജസ്റ്റ് പോയി എന്തെങ്കിലും എഴുതിയിട്ട് പോകും. അത് റിസർച്ചല്ല. റിസർച്ചിന് ഒരു ചുരുങ്ങിയതൊരു 6 മാസമെങ്കിലും വേണം. അത് ഈവൺ MSc ലെവലിൽ പോലും നമ്മൾ പ്രോപ്പറായിട്ട് ഒരു റിസർച്ച് എക്സ്പോഷർ കൊടുക്കുന്നില്ല എന്നുള്ളതൊരു ഫെയിലറാണ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലറാണ്. യൂണിവേഴ്സിറ്റീസ്, എല്ലാ യൂണിവേഴ്സിറ്റീസും കൂടുതൽ ഇപ്പോൾ ഡിഗ്രി അവാർഡിങ് സിസ്റ്റം മാത്രമാണ്. ഒരു ഡിഗ്രി അവാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ. ഇതുപോരാ, നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ റിസർച്ച് യൂണിവേഴ്സിറ്റികൾ, നമ്മുടെ കോളേജുകളൊക്കെ റിസർച്ച് യൂണിവേഴ്സിറ്റികളാവണം എന്നുള്ളതാണ്. ഓരോ കോളേജും റിസർച്ച് സെൻറ്റേഴ്സ് ആവണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ഒന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്താണ് ഒരു റിസർച്ച് യൂണിവേഴ്സിറ്റി? നമ്മൾ നോളേജ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ റിസർച്ച് വെച്ച് പുതിയ അറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഉള്ള അറിവ് പഠിച്ച് പരീക്ഷ എഴുതുന്ന മാത്രമല്ല വിദ്യാഭ്യാസം. റിസർച്ച് എന്ന് വെച്ചാൽ നമ്മൾ പുതിയ അറിവ് ഉണ്ടാക്കുക, ആ അറിവിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സ്റ്റുഡൻസിന് വളരെ ഏർലി തന്നെ, അതായത് ഡിഗ്രി മുതൽ തന്നെ റിസർച്ചിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. റിസർച്ച് ഡിഗ്രി പാർട്ട് ഓഫ് ഡിഗ്രി ആയിരിക്കണം ഈ റിസർച്ച്. ലാബ് കൾച്ചർ, ലബോറട്ടറി പ്രാക്ടീസസ് ഉണ്ട്, ലാബുണ്ട്. പക്ഷേ പല സ്ഥലത്തും പരിതാപകരമാണ് അതിൻ്റെ ഒന്നുകിൽ എക്സിക്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചൊക്കെ നന്നായി വരുന്നുണ്ട്, പക്ഷേ എക്സിക്യൂഷൻ ഒരു പ്രോബ്ലം ഉണ്ട്. റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെയല്ല നടക്കേണ്ടത്. മെമ്മറൈസേഷൻ അല്ല, നമ്മൾ പ്രോബ്ലം കണ്ടുപിടിക്കാനാണ് സ്റ്റുഡൻസ് പഠിക്കുന്നത്. പ്രോബ്ലം ആൻസർ ചെയ്യുന്നതിന് പകരം പ്രോബ്ലം എന്താണ്, പ്രോബ്ലംസ് എന്ന് കണ്ടുപിടിക്കുക. അതാണ് റിസർച്ചിൻ്റെ ഒരു ഫീച്ചർ എന്നുള്ളത്. പ്രോബ്ലം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കൊളാബറേറ്റീവായി ചെയ്യുക എന്നുള്ളതാണ്, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് ലേണിംഗ് ബൈ ഡൂയിങ് ആണ് അവിടെ നടക്കേണ്ടത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ സിസ്റ്റത്തിലും വളരെ എക്സെപ്ഷണലായ എക്സാമ്പിൾസ് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഈ കാണുന്ന പിക്ചേഴ്സ് ഒരു IIT-യിലെയോ IISER-ലെയോ ഉള്ള ഒരു ഫെസിലിറ്റി അല്ല. ഏകദേശം 10-30 കോടിയുടെ ഫെസിലിറ്റിയാണ് നിങ്ങളവിടെ കാണുന്നത്, ഇൻക്ലൂഡിങ് NMR. NMR എന്ന് നമ്മുടെ MRI പോലുള്ളൊരു സാധനമാണ്, നമ്മുടെ മോളിക്യൂൾസിനെ കാണാൻ വേണ്ടിയിട്ട്, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. അങ്ങനെയുള്ള കുറേ എക്യുപ്മെൻറ്റ് ഒരു കോളേജിലാണ്, ഒരു ഗവൺമെൻറ് കോളേജിലാണ് ഇതിരിക്കുന്നത്. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. നമ്മൾക്ക് ആർജവം ഉണ്ടെങ്കിൽ എല്ലാം പോസിബിളാണ്. ഇത് വിമൻസ് കോളേജ്, തിരുവനന്തപുരത്തുള്ള വിമൻസ് കോളേജിലുള്ള ഫെസിലിറ്റിയാണ്. അവിടെ 4-5 ചെറുപ്പക്കാർ അധ്യാപകർ ഉണ്ടാക്കിയ ഫെസിലിറ്റിയാണ്. അവരേകദേശം 50-ലധികം ഇൻ്റർനാഷണൽ ഹൈ ക്വാളിറ്റിയുള്ള റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു കഴിഞ്ഞ 5 വർഷമായിട്ട്. ഏകദേശം 60 പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഇതൊരു എക്സെപ്ഷൻ കേസാണ്. ഇത് മാത്രം പോരെ നമുക്ക്. ഇങ്ങനെയുള്ള ഒരുപാട് വിമൻസ് കോളേജുകൾ കേരളത്തിലുടനീളം വേണം. എന്നാൽ കേരളത്തിന് നമുക്ക് പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളതാണ്. ആ ലെവലിലേക്ക് കേരളത്തിന് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എങ്കിലും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഒരു ആത്മവിചിന്തനമാണ് നടത്തുന്നത്. ഇതൊരു ക്രിറ്റിസിസം അല്ല. നമ്മൾക്ക് പ്രശ്നമുണ്ട്, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മൾ സജഷൻ കൊടുക്കുക, ഇഫ് പോസിബിൾ കറക്റ്റ് എന്നുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. മെജോറിറ്റി ഓഫ് അവർ കോളേജസ് ആർ നോട്ട് ലൈക്ക് ദാറ്റ്. കൂടുതൽ കോളേജും നമ്മുടെ വിമൻസ് കോളേജിൻ്റെ ആ ഒരു നിലയിലെത്തിയിട്ടില്ല. അതൊരു വലിയ പൈസ മുടക്കുള്ള പരിപാടിയാണ്. അതിന് സൊല്യൂഷൻസ് ഞാൻ പറയുന്നതായിരിക്കും, എന്താണ് വേണ്ടതെന്നുള്ളത്. ഇനി എന്താണ് റീസൺസ് നോക്കാം. ഒന്നാമത് ഫാക്കൽറ്റി. നമ്മുടെ കോളേജിലുള്ള അധ്യാപകരുടെ ഗുണനിലവാരം നോക്കേണ്ടതുണ്ട്. ചില ആൾക്കാർക്ക് ഡോക്ടർ എന്നുള്ളൊരു പ്രൊഫിക്സ് മാത്രമാണ്. ഒന്നുകിൽ കുറച്ച് ഇൻക്രിമെൻ്റ് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓണററി ഡോക്ടർ എന്നുള്ളൊരു പ്രിഫിക്സ് മാത്രമാണ് ഡോക്ടറേറ്റ്. പല കോളേജുകളിലും റിസർച്ച് നടക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ അപൂർവം കോളേജുകളിൽ മാത്രമേ റിസർച്ച് നടക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്നത് ജസ്റ്റിസ് ദിനേശൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു ടേബിളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലുള്ള കൂടുതൽ കോളേജുകളും, ഗവൺമെൻറ് കോളേജ് വളരെ കുറച്ചേ ഉള്ളൂ, അതിൻ്റെ ഇരട്ടിയാണ് എയ്ഡഡ് കോളേജുകൾ. അതിൻ്റെ ഇരട്ടിയാണ് അൺഎയ്ഡഡ് കോളേജസ്. ഈ എയ്ഡഡ് കോളേജുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് മാനേജ്മെൻറ്റാണ്. പൈസ സാലറി കൊടുക്കുന്നത് ഗവൺമെൻറ്റുമാണ്. ഈ റിക്രൂട്ട്മെൻറ്റിൽ യാതൊരു ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ഞാൻ പല റിക്രൂട്ട്മെൻറ്റിലും പോയിട്ടുണ്ട്. അവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു നോമിനി ഉണ്ടാവും, യൂണിവേഴ്സിറ്റിയുടെ ഒരു നോമിനി ഉണ്ടാവും. ജസ്റ്റ് ഫോർ നെയിം സേക്ക്, അവരുടെ സിഗ്നേച്ചറിന് മാത്രം. ഒരു ക്വാളിറ്റി ഇൻഷുറൻസും ഇത് നടക്കാറില്ല എന്നുള്ളതാണ്. ഇവരാണ് മെജോറിറ്റി നമ്മുടെ കോളേജുകൾ ഭരിക്കുന്നത്, നമ്മുടെ കോളേജുകളിൽ പഠിപ്പിക്കുന്നത്.
പിന്നെ അൺഎയ്ഡഡ് ഓഫ് കോഴ്സ് ഗവൺമെൻറ് സഹായിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെയും ക്വാളിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ഇത് വൺ ഓഫ് ദ റീസൺസാണ്. നമ്മൾ കേരളത്തിൻ്റെ 3.5 കോടി ജനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ മെജോറിറ്റിയും ഇങ്ങനെയുള്ള റിക്രൂട്ട്മെൻറ്റാണ് നമ്മുടെ കോളേജിനെ നയിക്കുന്നതെങ്കിൽ അതൊരു പ്രശ്നമാണ്. ഇനി അടുത്തത് നമ്മുടെ കരിക്കുലം കുറച്ച് മാറ്റേണ്ടതുണ്ട്. കാലത്തിനനുസരിച്ച് മാറ്റം നമ്മുടെ കരിക്കുലത്തിൽ വന്നിട്ടില്ല. റിസർച്ചിന് അല്ലെങ്കിൽ പ്രാക്ടിക്കൽസിന് കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടില്ല. ഉണ്ട്, എല്ലാം ഉണ്ട്, ഫോർ നെയിം സേക്ക് ഉണ്ട്. പക്ഷേ ആ ഒരു കംപ്ലീറ്റ് എംഫസിസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇൻഡസ്ട്രി ഡിസ്കണക്റ്റ്. ഈ മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ, പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ഓരോ കോളേജും ഇൻഡസ്ട്രിയായിട്ട് കണക്ഷൻ ഉണ്ടാവും. ഇൻഡസ്ട്രി കണക്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കുട്ടികളാണ് പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് പോകേണ്ടത്. അങ്ങനെ ആ ഒരു കണക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ലിങ്ക് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ജോലി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഡസ്ട്രി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് കണക്റ്റ് വളരെ വളരെ വീക്കാണ് കേരളത്തിൽ. ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ റീജിയനിൽ നമുക്ക് ഇൻഡസ്ട്രീസ് ഒരുപാടില്ല, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് എല്ലാതരം ഇൻഡസ്ട്രി നമുക്ക് ഇത്രയും ഒരു ജനസാന്ദ്രതയുള്ള ഇത്രയും ചെറിയൊരു കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ട്. എല്ലാ ടൈപ്പ് ഇൻഡസ്ട്രീസും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഉള്ള ഇൻഡസ്ട്രീസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ലിങ്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഔട്ട്ഡേറ്റഡ് സിലബസ് എന്ന് പറഞ്ഞതുപോലെ പുതിയ പുതിയ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കണം. എല്ലാ സ്ഥലത്തും AI മെഷീൻ ലേണിംഗ് ഒക്കെ തുടങ്ങുമ്പോഴേ നമ്മൾ പുറകിലായാൽ നമ്മൾ പുറകിലായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എല്ലാ സ്ഥലത്തും മെഷീൻ ലേണിംഗ് ഒക്കെയാണ് പഠിക്കുന്നത്, AI ആണ് പഠിക്കുന്നത്, ഡാറ്റ സയൻസ് ആണ്. അത് നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളും കാര്യമായി പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. നേരത്തെ പറഞ്ഞ പോലെ നോ സ്ട്രോങ് അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച് ഇൻ കേരള. ഫാക്കൽറ്റി, കരിക്കുലം. അടുത്തത് നമ്മുടെ ഡ്രൈവേഴ്സാണ്. ഡ്രൈവേഴ്സ് എന്നത് സ്റ്റുഡൻസ്. നമ്മുടെ കോളേജുകളിലേക്ക് വരുന്ന സ്റ്റുഡൻസിൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ ഏകദേശം BSc കോഴ്സുകൾക്ക് 60% സീറ്റ് വേക്കൻ്റാണ്. കഴിഞ്ഞ മുമ്പത്തെ വർഷം 50%, ഇത് വർഷം 60%. ആളില്ല, BScക്ക് ആളില്ല. ഞാനൊക്കെ BScക്ക് പഠിക്കുമ്പോൾ പൈസ കൊടുത്തിട്ട്, ഞാനൊരു എയ്ഡഡ് കോളേജിലാണ് പഠിച്ചത്, പയ്യന്നൂർ കോളേജ്. അവിടെ പൈസ കൊടുത്തിട്ട് അന്ന് 40,000 അങ്ങനെ ആയിരുന്നു ഒരു BSc സീറ്റിന്. അന്നത്തെ ചെറിയ പൈസയാണ്, പിടിയും വലിയായിരുന്നു. ഇന്ന് ഫ്രീ ആയി കൊടുത്താലും BSc കോഴ്സുകൾക്ക്, BSc കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എല്ലാത്തിനും ആൾക്കാരില്ല എന്നുള്ളതാണ് കേരളത്തിൽ. ഇത് വലിയൊരു കൺസേൺ ആണ്. എനിക്കറിയില്ല എത്ര ആൾക്കാർ ഇതൊക്കെ സീരിയസ് ആയി എടുത്തിട്ടുണ്ട്. ഇത് സീരിയസ് ആയി എടുത്തിട്ടില്ലെങ്കിൽ ഇതാണ് നമ്മുടെ ബേസ് സ്റ്റോൺ എന്ന് പറയുന്നത്. നമ്മുടെ തറക്കല്ല് എന്നുള്ളത് നമ്മുടെ സ്റ്റുഡൻസാണ്. സ്റ്റുഡൻസ് സയൻസിലേക്ക് വരുന്നില്ലെങ്കിൽ പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ്. ഇത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മറ്റെന്ത് ചെയ്താലും, ഇവിടെ ഒരുപാട് വിമൻസ് കോളേജ് പോലെ ഫെസിലിറ്റി ഉണ്ടാക്കിയാലും നമുക്ക് ഡ്രൈവേഴ്സ് ഇല്ലെങ്കിൽ ഇത് ഡ്രൈവ് ചെയ്യാൻ ആളുണ്ടാവില്ല എന്നുള്ളത്. ഇതൊരു പ്രശ്നമാണ്. ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. ഇതിൻ്റെ റീസൺ എന്താണെന്ന് സംസാരിക്കാം. ഇത് സയൻസിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ +2 റിസൾട്ടിൻ്റെ ഇതാണ്. ഏകദേശം 1,60,000 ആൾക്കാർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആയിരുന്നു, പാസ്സായവരായിരുന്നു. അതിൽ ഏകദേശം 31,000 സംതിങ് ആൾക്കാർ ഫുൾ A+ വരായിരുന്നു. അത് ഏകദേശം 17% ആൾക്കാരാണ്. ഇത്രയും ആൾക്കാർ പോലും ഡിഗ്രിയിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല. ഈ ഫുൾ A+ കിട്ടിയ അത്രയും നമ്പർ വരെ കേരളത്തിൽ ജോയിൻ ചെയ്തിട്ടില്ല ഹയർ കോഴ്സിൽ. ഇവിടെയാണ് നമ്മുടെ സ്റ്റുഡൻസ്. ഇത് ഓരോ യൂണിവേഴ്സിറ്റികളിൽ നിന്നും RTI വെച്ചിട്ടെടുത്ത ഡാറ്റയാണ്. ഓരോ വർഷങ്ങളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി മാത്രം RTIക്ക് ആൻസർ തന്നിട്ടില്ല, പക്ഷേ അതിന് കിട്ടി. ഈ ബ്രാക്കറ്റിൽ കാണിക്കുന്ന റെഡ് നമ്പർ അത്രയും പെർസെൻറ്റേജ് ആ വർഷം ജോയിൻ ചെയ്തിട്ടില്ല വേക്കൻറ്റ് സീറ്റുകളാണെന്നുള്ളതാണ്. ഏകദേശം 50,000-അടുത്ത് ഫ്രീ സീറ്റുകൾ, അതായത് വേക്കൻറ്റ് സീറ്റുകളാണ് ഇപ്പോഴും BSc കോഴ്സുകളിലുള്ളത്. നമ്മൾ സയൻസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല. സുരേഷനല്ല മറ്റാരും വന്ന് ഇവിടെ നിന്ന് സംസാരിച്ചാൽ ഇതൊന്നും മാറാൻ പറ്റില്ല. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഇതാണ് നമ്മുടെ ബേസ് സ്റ്റോൺ അല്ലെങ്കിൽ ബെഡ് റോക്ക്. ഇത് പല എല്ലാ ന്യൂസ് പേപ്പറുകളിലും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2-3 ഞാൻ കാണിക്കാം. ഇത് കേരളത്തിലുള്ള കുട്ടികൾ എവിടത്തേക്ക് പോകുന്നുള്ളത് ഒരു അനലൈസ് ചെയ്തതാണ് കുറേ വർഷങ്ങളായിട്ട്. ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, എല്ലാ ജേർണൽസിലും, എല്ലാ ന്യൂസ് പേപ്പറിലും വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ പോകുന്നത് ബെറ്റർ അക്കാഡമിക് എൻവയോൺമെൻറ്റ് ഔട്ട്സൈഡ് കേരള. അതാണ് റീസൺ.
അതായത് കേരളത്തിന് പുറത്ത് കേരളത്തിന് കാണുന്ന നല്ല എഡ്യൂക്കേഷൻ ആണെന്ന് ഉള്ള റീസണാണ് വൺ ഓഫ് ദ റീസൺ. കുറേ കുട്ടികൾ പുറത്ത് പോകുന്നവരുണ്ട്, അതായത് ഔട്ട്സൈഡ് ഇന്ത്യ പോകുന്നവരുണ്ട്. ഇപ്പോഴ് ലോകത്തെല്ലാ സ്ഥലത്തും കുട്ടികളെ ആവശ്യമുണ്ട്, അതായത് റിസർച്ചിന് ആവശ്യമുണ്ട്. അവരിപ്പോൾ BSc മുതൽ തന്നെ കുട്ടികളെ ഇവിടെ നിന്ന് റാഞ്ചി കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. അങ്ങനെയാകുമ്പോൾ അവിടെ ജോലി സാധ്യതയുണ്ട്. അവിടെയൊക്കെ പഠിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യാം, പാർട്ട് ടൈം ജോലി ചെയ്യാം, അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ കുട്ടികൾ ഇങ്ങനെയുള്ള ഓസ്ട്രേലിയ, കാനഡ, UK ഇങ്ങനെയുള്ള കൺട്രീസിലൊക്കെ പോകുന്നത് അത് വളരെ മിനിമലാണ്, ചെറിയൊരു ശതമാനം. പക്ഷേ കൂടുതൽ കുട്ടികളും നമ്മുടെ അയൽ സംസ്ഥാനത്തേക്ക് പോകുന്നുള്ളതാണ് ആ റൈറ്റ് സൈഡിൽ കാണിച്ച്. കഴിഞ്ഞ വർഷം നമ്മളിവിടെ 60% സീറ്റ് വേക്കൻ്റ് ആയപ്പോൾ തമിഴ്നാട് 20% സീറ്റ് കൂട്ടി സയൻസിൽ. അവർക്ക് ആൾക്കാരെ ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും സീറ്റില്ല. അവർ 20% സീറ്റ് കൂട്ടിയിരിക്കുന്നു. അവർ 100-ന്ന് 120% പോയപ്പോൾ നമ്മൾ 100-ന്ന് 40% പോയി. എന്താണ് സംഭവിച്ചത്? ഉടനെ ജനസംഖ്യ, ആ ഒരു ജനറേഷൻ ജനസംഖ്യ കൂടിയിട്ട് അവിടെ കൂടുതൽ ആൾക്കാർ സയൻസിലേക്ക് വന്നതാണോ? അല്ല. കേരളത്തിൽ നിന്നുള്ള കുട്ടികളാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. തമിഴ്നാട്ടിലുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പോകുന്നു, ഇവിടെ കുറയുന്നു. കേരളത്തിൽ നിന്ന് കുട്ടികൾ ഇവിടെ മാത്രമല്ല പോകുന്നത്, കർണാടകയിലേക്കും പോകുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുറച്ച് ഈ 2 സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ ഒരുപാട് കുട്ടികളെ. ബാംഗ്ലൂരിൽ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ചെന്നൈയിലുണ്ട്. അതുകൊണ്ട് അവർ സീറ്റ് കൂട്ടി, നമ്മുടെ സീറ്റ് കുറഞ്ഞു വന്നിരിക്കുന്നു. വൈ കേരള കോളേജസ് ആർ ലൂസിങ് സ്റ്റുഡൻസ്? എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾ, കേരളത്തിലുള്ള കോളേജ് കുട്ടികളെ നഷ്ടപ്പെടുന്നതിൻ്റെ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഔട്ട് മൈഗ്രേഷൻ, അത് പുറത്തേക്ക് പോകുന്ന അവിടെ ജോലി സാധ്യതയുണ്ട്. ആ ഒരു പോസിറ്റീവ് ഫാക്ടർ കൊണ്ടാണ്, അതിനെ നമ്മൾക്ക് ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത് വീക്ക് എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ജോലി സാധ്യത കുറവാണെന്നുള്ളൊരു ധാരണയുണ്ട് ജനങ്ങൾക്ക്, കുട്ടികൾക്ക്. ഈ BSc കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് ഒക്കെ പഠിച്ചാൽ ജോലി സാധ്യത, അത് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഈ ഇൻഡസ്ട്രി കണക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. ആ ഡിസ്കണക്റ്റ് ഉണ്ട് ഇപ്പോഴും. ഇത് കഴിഞ്ഞിട്ട് അവസാനം BEd കഴിയുമ്പോൾ സാധാരണ മാഷാവാനുള്ള ഒരു പോസിബിലിറ്റി മാത്രമേ ഇവിടുത്തെ ആൾക്കാർ കാണുന്നുള്ളൂ. അത് മാത്രമല്ല, സയൻസിന് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. BSc ഡിഗ്രി കഴിഞ്ഞവരെയാണ് മറ്റു പല കമ്പനികളിലും സയൻസ് റിലേറ്റഡ് വർക്കിന് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സയൻസിന് എൻറോൾമെൻറ്റ് കൂടുന്നത്. ഇവിടെ കുറയുന്നതിൻ്റെ റീസൺ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഔട്ട്ഡേറ്റഡ് നോൺ ജോബ് ഓറിയൻറ്റഡ് കരിക്കുലം, ഞാൻ ഓൾറെഡി പറഞ്ഞു, ജോബ് ഓറിയൻറ്റഡ് ആയിരിക്കണം കരിക്കുലം. ഒരു ഇൻഡസ്ട്രിയൽ കോഴ്സസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ട്രഡീഷണലി ഇപ്പം ഞാൻ കെമിസ്ട്രി ആണ്, ട്രഡീഷണലി ഫോളോ ചെയ്യുന്ന കെമിസ്ട്രി കോഴ്സുകൾക്ക് പകരം അത് മാത്രമല്ലാതെ ഇൻഡസ്ട്രി റിലേറ്റഡ് കോഴ്സുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ടീച്ചേഴ്സിനെ വിളിച്ച് ചില ടോക്കൊക്കെ കൊടുക്കണം. അങ്ങനെ പല പോസിബിലിറ്റീസും ഉണ്ട് എന്നുള്ളതാണ്. ഫാക്കൽറ്റിയുടെ പ്രശ്നമുണ്ട്. എല്ലാ ഫാക്കൽറ്റിയും അത് പിന്നെ ഏത് സിസ്റ്റത്തിലും ഉണ്ടാവാം. എല്ലാവരും ഈക്വലി സിൻസിയർ ആവണമെന്നില്ല. പിന്നെ അവരുടെ ക്വാളിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്വാളിറ്റി ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ സെലക്ഷൻ, ഒരു പ്രോപ്പർ സെലക്ഷൻ ഇല്ലാതിടത്തോളം കാലം ഇത് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലുള്ള റിക്രൂട്ട്മെൻറ്റ് നമ്മൾക്കൊരു കൺട്രോൾ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. പുവർ ടീച്ചിങ് സ്റ്റാൻഡേർഡ്, ഇത് എല്ലാ സ്ഥലത്തുള്ളതാണ്, സ്കൂൾ മുതലുള്ളതാണ്. ഒരു സ്കൂളിൽ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആരാണെന്നറിയോ? ഒരു പുസ്തകം, ഒരു ചാപ്റ്റർ, ഒരു 17 പേജ് ചാപ്റ്റർ ഉണ്ടെങ്കിൽ അത് കുറുക്കി വെറും 4 പേജ് എഴുതി കൊടുക്കുന്ന ടീച്ചറാണ് ബെസ്റ്റ് ടീച്ചർ. സ്കൂളിലും ബെസ്റ്റ് ടീച്ചർ അദ്ദേഹമാണ്, കുട്ടികൾക്കും ബെസ്റ്റ് ടീച്ചർ അദ്ദേഹമാണ്, പാരൻസിനും ബെസ്റ്റ് ടീച്ചർ അദ്ദേഹമാണ്. ആ കുട്ടിക്ക് ABCD അറിയില്ല എന്നുള്ളതായിരിക്കും സത്യം. ആ കുട്ടി ഫുള്ള് വാങ്ങിക്കും, മാർക്ക് വാങ്ങിക്കും. ബിക്കോസ് ഈ ക്വസ്റ്റ്യനൊക്കെ വരുമെന്ന് കൃത്യമായിട്ട് പറയും. ഇന്ന ചാപ്റ്റർ, ഇന്ന പാരഗ്രാഫ് വരും, ഇന്ന ക്വസ്റ്റ്യൻ വരുന്ന വരെ പറയാൻ ഇന്ന് നമ്മൾക്ക് മാഷന്മാർക്ക് പറ്റും. നമ്മുടെ സിസ്റ്റം അങ്ങനെയായിപ്പോയി, സോ പ്രഡിക്റ്റബിൾ. അപ്പോൾ ആ കാച്ചി കുറുക്കി കൊടുക്കുന്നവരാണ് ബെസ്റ്റ് ടീച്ചർ. ഇതാണ് അധപ്പതനത്തിൻ്റെ എക്സാമ്പിൾ. അങ്ങനെയല്ല ബെസ്റ്റ് ഈ കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത് 1ാമത്തെ ചാപ്റ്റർ മുതൽ 10ാമത്തെ ചാപ്റ്റർ വരെ അതൊരു പ്രോഗ്രഷൻ ഉണ്ട്. ആ പ്രോഗ്രഷനിൽ പോയാൽ മാത്രമേ കുട്ടിക്ക് സയൻസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇത് ഇടയ്ക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള 10ാമത്തെ ചാപ്റ്റർ എടുക്കും. ഇതൊക്കെ എൻ്റെ മകൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട് ഒരു സാധാരണ സ്കൂളിൽ, വിജയയിലുള്ള. ഇതാണ് സംഭവിക്കുന്നത്. 12ാമത്തെ ചാപ്റ്റർ എടുക്കും. 1ാമത്തെ ചാപ്റ്റർ പഠിക്കാതെ 12ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ നമ്മൾ ആ ടീച്ചിങ് സ്റ്റാൻഡേർഡ് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാച്ചിക്കുറുക്കി ക്യാപ്സൂൾ രീതിയിൽ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരാണ് ബെസ്റ്റ് ടീച്ചർ. അത് മാറണം. എന്താണ് അതിൽ ആ കണ്ടൻറ്റ് കംപ്ലീറ്റ് പഠിപ്പിക്കണം.
എന്നിട്ട് പ്രഡിക്റ്റബിലിറ്റി നമ്മൾ മാറ്റണം. ഏതാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നതെന്ന് മാഷക്ക് ഗസ് ചെയ്യാൻ പറ്റരുത്. എങ്കിൽ മാത്രമേ നമ്മുടെ സിസ്റ്റം നന്നാവുള്ളൂ. പിന്നെ പുവർ ടീച്ചിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരുപാട് നമ്മൾ ഹൈപ്പ് ചെയ്ത ഒരു A+ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഫുൾ A+ ഏകദേശം 17% ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ 6 പേരിൽ ഒരാൾക്ക് ഫുൾ A+ ആണ്. അതിന് യാതൊരു അർത്ഥമില്ല എന്നുള്ളതാണ്. ഒരു വിഷയത്തിൽ 70% A+ ഉണ്ട്. ഒരു വിഷയം കെമിസ്ട്രി എടുത്താൽ 70% ആൾക്കാർക്ക്, ഏകദേശം 4 ലക്ഷത്തിൽ പരം കുട്ടികൾ എഴുതിയാൽ ഏകദേശം 3 ലക്ഷത്തിൻ്റെ അടുത്ത് കുട്ടികൾക്ക് A+ ആണ് കെമിസ്ട്രി എന്ന സബ്ജക്റ്റ്. ഇത് ലോകത്തിലെവിടെ നടക്കാത്ത ഒരു കാര്യമാണ്. കേരളക്കാർ അത്രയും ഇൻ്റലിജൻ്റ് ആണോ? അല്ല, അങ്ങനെയൊന്നും അല്ല. കേരളക്കാർ ഇൻ്റലിജൻ്റ് ഒന്നുമല്ല. ഒരു സെപ്പറേറ്റ് സ്റ്റാറ്റസ് ഒന്നും കേരളക്കാർക്കില്ല. അതൊക്കെ വെറുതെ പറയുന്നത് മാത്രമാണ്. ഇതെല്ലാം ഒരു ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമർ വളരെ ഒരു 5% ബെറ്റ് അത്ര മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, അത്രേ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. ഇവിടെ നമ്മൾ 70% ആൾക്കാരും നമ്മുടെ ബെസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അത് അർത്ഥമില്ലാത്തൊരു ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഡയലൂഷൻ നടത്തും. ഏത് എവാലുവേഷൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത്. ഒന്നുകിൽ ടെസ്റ്റ് മോശമാണ്, അല്ലെങ്കിൽ എവാലുവേഷൻ മോശമാണ്. ഈ 2 ചാൻസ് മാത്രമേ ഉള്ളൂ. 70% കുട്ടികൾ സൂപ്പർ ബ്രെയിനി എന്നുള്ളത് റൂൾഡ് ഔട്ട്. ഇനി എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ 100-ൽ 100 വാങ്ങിക്കുന്ന കുട്ടി ഉണ്ടാവും. അതിൽ ആ കുട്ടിക്കും 100-ൽ 40 വാങ്ങിക്കുന്ന കുട്ടിക്കും A+ ആണ്. അപ്പോൾ ഈ റോങ് സിഗ്നൽ ഉണ്ടല്ലോ, ഇത് കുട്ടിക്കുള്ള റോങ് സിഗ്നലാണ്, സമൂഹത്തിനുള്ള റോങ് സിഗ്നലാണ്, പാരൻസിനുള്ള റോങ് സിഗ്നലാണ്, ടീച്ചേഴ്സിനുള്ള റോങ് സിഗ്നൽ. ഈ A+ വെച്ചിട്ട് യൂണിവേഴ്സിറ്റി പോകും, കെമിസ്ട്രിക്ക് പോകും. ഫോർ എക്സാമ്പിൾ, കെമിസ്ട്രിക്ക് ഫുള്ള് മാർക്കാണ്. അപ്പോൾ എൻ്റെ മോൻ കെമിസ്ട്രിക്ക് സൂപ്പറാണ്, അല്ലെങ്കിൽ ഞാൻ കെമിസ്ട്രിക്ക് സൂപ്പറാണ്, എനിക്ക് ഫുൾ A+ ആണ് കെമിസ്ട്രിയിൽ. അവിടെ പോകുമ്പോൾ ഇവനിത് ഗ്രഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ ടീച്ചർ, കോളേജിലെ ടീച്ചർ സ്റ്റാൻഡേർഡ് കുറക്കേണ്ടി വരും. എൻ്റെ ക്ലാസ്സിൽ 100-കാരനുണ്ട്, 40-കാരനുണ്ട്. അപ്പോൾ എനിക്ക് 40-കാരന് വേണ്ടി പിച്ച് ചെയ്യേണ്ടി വരും. എൻ്റെ ക്ലാസ് ഇല്ലെങ്കിൽ ക്ലാസ് ഫെയിലാവും. അപ്പോൾ ഓവറോൾ സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് കോളേജുകളിൽ വരെ എത്തും. ഈ സ്കൂളിലുള്ള പ്രശ്നം അതൊരു പ്രശ്നമാണ്. ഇത് നമ്മൾ ബേസിൽ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പോകുന്നില്ല. നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഈ കുട്ടി, ഇങ്ങനെയുള്ള കുട്ടികൾ തിരിച്ചു വന്നിട്ട് പറയും, കെമിസ്ട്രിയിൽ നിന്ന് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന ഇതല്ല. കോളേജ് ഈ കെമിസ്ട്രിയിൽ നിന്ന് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. ആരാണ് പോകുന്നത്? എലിജിബിൾ അല്ലാത്ത കുട്ടിയാണ് പോകുന്നത്. നമ്മൾ കുട്ടികളെ വർഗീകരിക്കണം എന്ന് പറഞ്ഞാൽ, ഇവനാണ് ടോപ്പ് 10, ഇവനാണ് ടോപ്പ് 20, ഇവനാണ് ടോപ്പ് 30 എന്നുള്ളത് വർഗീകരിച്ചാൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് മുമ്പേ പറഞ്ഞതാണ്. ആ A+ൻ്റെ ഗ്രോത്താണ്. നമ്മൾ 2005 തുടങ്ങിയ മുതൽ ഇപ്പോഴും 17% നമ്മുടെ ഫുൾ A+ൻ്റെ ആ ഗ്രോത്ത്. ഇത് 10ാം ക്ലാസ്സിൻ്റെ ആണ് കേട്ടോ. ആ കാണുന്നതാണ് ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ. ആ റൈറ്റ് സൈഡിൽ കാണുന്ന അങ്ങനെയായിരിക്കണം ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്, ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ. ഇത് ഏകദേശം 16 ലക്ഷം ആൾക്കാർ എഴുതിയ ഒരു പരീക്ഷയാണ്, അമേരിക്കയിൽ എഴുതിയ പരീക്ഷയാണ്. അവിടുത്തെ ഗ്രാജുവേഷൻ സ്റ്റഡീസ്, അതായത് ഡിഗ്രിക്ക് വേണ്ടി ഉള്ള എൻട്രൻസ് പരീക്ഷയാണ് അമേരിക്ക എല്ലാ വർഷവും നടക്കുന്നത്. അവിടെ മാത്സും ഇംഗ്ലീഷും ഒക്കെയാണ് ഇതിൽ ടെസ്റ്റ് ചെയ്തത്. ആ കാണുന്ന വെർട്ടിക്കൽ ആക്സിസിൽ കാണുന്നത് ഫ്രീക്വൻസി എത്ര നമ്പർ ഉണ്ടെന്നുള്ളതാണ്. ആ മാർക്കാണ് കാണിക്കുക. 600 മുതൽ 2400 ഫുൾ മാർക്ക്. 2400 വാങ്ങിച്ച ആൾക്കാരെ നിങ്ങൾക്ക് കാണാം, വളരെ വളരെ കുറച്ചാണ് ആ നമ്പർ. ആ വെർട്ടിക്കൽ ആക്സിസ് പൊങ്ങുന്നില്ല, അത്രയും ചെറുതാണ്. അതുപോലെ ഏറ്റവും കുറച്ച് വാങ്ങിച്ചവരും കുറവാണ്. ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് ആ മിഡ് റീജിയനിലായിരിക്കും. അങ്ങനെയാണ് ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ തന്നെ ആയിരിക്കും എവിടുത്തെ പരീക്ഷ നടത്തിയാലും. ഇപ്പം നിങ്ങളിൽ പരീക്ഷ നടത്തിയാലും, നിങ്ങളുടെ BP എടുത്താലും, ബ്ലഡ് പ്രഷർ എടുത്താലും ഈ ഒരു ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ഇതാണ് ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് മാത്രമായിരിക്കണം നമ്മുടെ സ്കൂളിൻ്റെ ഇതും. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയല്ല, ഇങ്ങനെ നേരെ താഴോട്ടുള്ളൊരു പോക്കാണ്. ഇത് +2-ലും സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഇൻഫ്ലേറ്റഡ് ഗ്രേഡിങ് മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, നമ്മൾ നമ്പർ 1 ആണെന്നൊക്കെ പറഞ്ഞാലും, നമ്പർ 1 ആയി നിൽക്കണമെങ്കിൽ ഇത് മാറ്റണം. നമ്മൾ ഏതാണ് നല്ലതെന്ന് നെല്ലും പതിരും തിരിച്ചറിയുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം, ടെസ്റ്റിംഗ് ആയിരിക്കണം എന്നുള്ളതാണ്.